നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൃശ്ചിക മാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി. ചൂണ്ടൽ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം. ചൂണ്ടൽകുന്നിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞുമേൽക്കാതെ സൂക്ഷിക്കേണ്ടി വരുന്നത് അധിക ചിലവിനിടയാക്കുമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. വൃശ്ചിക മാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ദേവന്റെ പ്രഭാവം വർദ്ധിക്കാനാണ് ഓരോ പൂജയും നടത്തുന്നത്. പൂജാരീതികളെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. തന്ത്രിക്ക് ഒറ്റയടിക്ക് ഇത് മാറ്റാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം തുലാമാസത്തിലെ ഉദയാസ്തമന പൂജ നവംബർ 2 നടത്തുന്നതിൽ തടസ്സമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരെ പുഴക്കര ചേനാസ് മനയിലെ ചില അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. പുഴക്കര ചേനാസ് മനയിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഈ ഹർജിക്ക് പിന്നിലെന്ന് അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ തന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാകില്ലെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. അതിന് ദേവപ്രശ്നം നടത്തണമെന്നും ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞു. ഹർജിക്കാരുടെ വാദം പരിഗണിച്ചാണ് കോടതി വിധി. അതേസമയം ഈ കേസ് പരിഗണിക്കുന്നത് കാരണം താൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയില്ലെന്നും ജഡ്ജി JK മഹേശ്വരി കേസ് പരിഗണിക്കുന്നതിനിടെ പറഞ്ഞു. ജസ്റ്റിസ് രവികുമാറിന്റെ മകളുടെ വിവാഹത്തിന് താൻ ഗുരുവായൂരിൽ പോയിരുന്നു. മറ്റു ജഡ്ജിമാർ ദർശനം നടത്തിയപ്പോഴും താൻ ദർശനം നടത്തിയില്ല. അതിന് കാരണം ഈ കേസ് പരിഗണിക്കുന്നതാണെന്ന് JK മഹേശ്വരി പറഞ്ഞു. ഗുരുവായൂർ ഏകാദശിക്ക് നൂറ്റാണ്ടുകളായി നടത്തിവന്നിരുന്ന ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് സ്വാഗതം ചെയ്ത് ജ്യോതിഷ സംഘടനകൾ. ആചാരങ്ങൾ അതേപടി തുടരണമെന്ന കോടതി നിരീക്ഷണം വിശ്വാസികൾക്ക് ആശ്വാസമാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ അറിയിച്ചു. ആചാരലംഘനം ഹൈന്ദവ ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും തന്ത്രിയല്ല തന്ത്രശാസ്ത്രമാണ് അവസാന വാക്ക് എന്നും കാക്കശ്ശേരി രവീന്ദ്ര പണിക്കർ അറിയിച്ചു. ആചാരലംഘനം നടത്തിയ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ജ്യോതിഷസഭാ സംസ്ഥാന ചെയർമാൻ വിജീഷ് പണിക്കർ കോഴിക്കോട് പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം. ചൂണ്ടൽകുന്നിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം കുടിവെള്ളം നിലച്ചിട്ട് 1.5 മാസം പിന്നിട്ടു. ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, NS ജിഷ്ണു, KT ബാലകൃഷ്ണൻ, സുനിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ചൂണ്ടൽകുന്ന് മേഖലയിലെ നാട്ടുകാരും കുന്നംകുളം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചത്. ജനപ്രതിനിധികൾ പരാതി പറയുന്നതിനും പ്രതിഷേധിക്കുന്നതിനും എത്തുന്ന സമയം വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെയുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ആണെങ്കിൽ ഇല്ല, ഓവർസിയർ ആണെങ്കിൽ ആരും ഇല്ല. അതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോഴും ഓവർസിയർ ഒന്നും ഇവിടെ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു പോയതാണ് അവരോട്. കറക്റ്റ് ഒരു ലെറ്റർ തരും, ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടെങ്കിൽ വെള്ളം അടിക്കാം എന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇതുവരെ അതിനൊരു മറുപടി ഒന്നും തരാത്തതിന്റെ. ഇതിനിടെ ചൂണ്ടൽകുന്നിലെ വാട്ടർ ടാങ്കിൽ പരിശോധനകൾ നടത്തുന്നതിനെത്തിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നീലിമ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. വെള്ളത്ര ദിവസം ഞങ്ങൾ ക്ഷമിച്ചു, അത് ഒരു
ഭാഗമായിട്ട് നമ്മൾ ചെയ്യണത് ശരിയാ. പിന്നെ ഇത് കഴിഞ്ഞിട്ടും ഇത് വരുന്നില്ല വെള്ളേ. ഇന്നിപ്പോ ഞാൻ മേഡം ഇവരെ വിളിച്ചു, ഇവരെ കോൺട്രാക്ടറെ ജനറൽ മാനേജറെ വിളിച്ചു. അവര് അതിന്റെ കോൺട്രാക്ടർ നമ്പർ തന്നു. അയാൾ പറഞ്ഞു ഞങ്ങൾ ഇവർക്ക് കാണിച്ചു കൊടുത്തു. അവർ ഓക്കെ, ഇനി അവരെ വിളിച്ചിട്ട് എന്താ കാര്യം അവർ ചെയ്യുന്നത്? അവർക്ക് എക്സ്ട്രാ ചെലവ് നിങ്ങൾ വരുത്തി വെച്ചു എന്നാണ് അവര്. ചിറനെല്ലൂരിലെ പമ്പ് ഹൌസിൽ നിന്നാണ് ചൂണ്ടൽ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. ചൂണ്ടൽ കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിയ പൈപ്പുകൾക്കുള്ളിലേക്ക് മണ്ണിറങ്ങിയതിനെ തുടർന്നാണ് കഴിഞ്ഞ 1.5 മാസമായി മേഖലയിൽ വെള്ളം എത്താതിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൈപ്പിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിന് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പൂർണ്ണമായി മാറ്റാൻ കഴിയാതിരുന്നതാണ് കുടിവെള്ളക്ഷാമം തുടരുന്നതിനിടയാക്കിയത്. ഇതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇവർക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ചേർന്നതോടെയാണ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. തുടർന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലയിൽ വെള്ളമെത്തിക്കാനുള്ള ശ്രമങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പാവർട്ടി സ്വദേശികളായ വെള്ളറ ജിതിൻ രാജ്, ചൊവ്വലൂർ സ്വദേശി റോൾഫ്, ഗുരുവായൂർ സ്വദേശി പൂവത്തൂർ മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്ട്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര നടത്തുന്നത്. വൈകിട്ട് സത്രം ഗേറ്റിൽ നിന്ന് ആരംഭിച്ച ക്ഷേത്രത്തിന് പുറത്ത് പ്രദക്ഷിണം ചെയ്യും. തുടർന്ന് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിൽ ദീപോജ്വലനം നടത്തും. കാര്യാലയ ഗണപതിക്ക് വിശേഷാൽ പൂജ, കേളി, പുഷ്പാലങ്കാരം, ദീപാലങ്കാരം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടാകും. പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ് ആദ്യ ദിവസത്തെ വിളക്കാഘോഷം. ക്ഷേത്രനഗരിയെ ഉത്സവലഹരിയിലാക്കി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും മത്സരബുദ്ധിയോടെ 30 ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ 16 തുടങ്ങും. 17 രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക. തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ ഗുരുവായൂരപ്പന് മുമ്പിൽ സംഗീതാർച്ചന നടത്തും. ഡിസംബർ 1 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ഗുരുവായൂർ നഗരസഭ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം സമ്മാനിച്ചു. 10 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മുഴുവൻ അങ്കണവാടികൾക്കും സ്വന്തമായി ഭൂമിയെന്ന നേട്ടം കൈവരിച്ച് പോർക്കുളം പഞ്ചായത്ത്. ഭൂമിയില്ലാതിരുന്ന 2 അങ്കണവാടികൾക്ക് സൗജന്യമായി വിട്ടുകിട്ടിയ ഭൂമിയുടെ രേഖകൾ ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. 6-ാം വാർഡിലെ കൊങ്ങണൂർ, വടക്കുമുറി, 2-ാം വാർഡിലെ പൊന്നം എന്നീ അങ്കണവാടികൾക്കാണ് യഥാക്രമം ഒരുവനൂർമന സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, കോതോട്ട് വീട്ടിൽ രവി എന്നിവർ 3 സെന്റ് വീതം ഭൂമി വിട്ടു നൽകിയത്. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിരുന്നു. 6-ാം വാർഡിലെ നമ്പർ 70 പുലരി അങ്കണവാടിക്കുള്ള ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങൽ ഒരുവന്നൂർമനയിലും, 2-ാം വാർഡിൽ നമ്പർ 62 അങ്കണവാടിക്കുള്ള ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങൽ പോർക്കുളം പഞ്ചായത്ത് കാര്യാലയത്തിലും നടന്നു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS രേഖകൾ ഏറ്റുവാങ്ങി. പോർക്കുളത്ത് 2 പേര് തയ്യാറായി വന്നിട്ടുണ്ട്. ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. അത് കൈമാറണമെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പറും ഇതിലെ അംഗൻവാടി ടീച്ചർമാരും എല്ലാവരും കൂടെ ജോയിൻ്റ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഇതൊന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് പ്രത്യേകിച്ചും ഈ ഒരു സ്ഥലം നമുക്ക് അനുവദിച്ച് തന്ന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിലും എല്ലാ നാട്ടുകാരുടെ പേരിലും. ഒരു അംഗൻവാടീൻ്റെ തന്നെയാണെങ്കിലും ആ ഒരു മെസ്സേജ് ഭയങ്കര വലുതാണ്. ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ കാണിച്ച സന്നദ്ധത നമ്മൾ എല്ലാവരും അഭിനന്ദിക്കുക തന്നെയാണ്. അതിന് എല്ലാവർക്കും ഒന്നും. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി. സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, കോതോട്ട് രവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അഖില മുകേഷ്, PC കുഞ്ഞൻ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ N ദിവ്യ, CDPOമാരായ TV ശ്രീലത, K ജയശ്രീ, ICDS ഓഫീസർ KA അനിത, വിജിത പ്രജി, KA ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് ലക്ഷങ്ങളുടെ സൈബർ തട്ടിപ്പ് നടത്തിയ യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമ്പുരാൻപടി മരക്കാത്ത് അക്ഷയെയാണ് ഗുരുവായൂർ പോലീസ് SHO K സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി NCRP പോർട്ടലിൽ നിന്ന് ലഭിച്ച 6 പരാതികളുടെ അടിസ്ഥാനത്തിൽ
അക്ഷയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടും സിം കാർഡും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പിനിരയായതെന്ന് പോലീസ് പറഞ്ഞു. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. തട്ടിപ്പ് സംഘത്തിലെ ഒരു കണ്ണി മാത്രമാണ് ഇയാളെന്നും സംഘത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. ഭൂമിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയുടെ 100% പോലും പുരുഷൻ അനുഭവിക്കുന്നില്ലെന്ന് കവിയും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തെക്കോട്ട് പറഞ്ഞു. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾക്കായി അറിവ്, ആനന്ദം, ജീവിതം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരികവും മാനസികവുമായി ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന പുരുഷന് പങ്കിട്ടെടുക്കാൻ പോലും ആകാത്തതാണ്. അതിനാൽ സ്ത്രീയെ അറിയാനും അംഗീകരിക്കാനും പുരുഷൻ തയ്യാറാകണം. റിലേഷൻഷിപ്പിനിടയിലോ പ്രണയാഭ്യർത്ഥന നിരസിച്ചുകൊണ്ടോ അവൾ നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഓരോ ആൺകുട്ടിക്കും സാധിക്കണം. പെട്രോൾ ഒഴിച്ച് തീ വെച്ചു കൊല്ലുകയല്ല, കൂടുതൽ സ്നേഹത്തോടെ ആ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ആത്മഹത്യയോ മദ്യമോ മയക്കുമരുന്നോ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഒപ്പമുള്ളവരെ സഹായിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട്. യുദ്ധങ്ങൾ പോലും ചർച്ചകളിലൂടെ അവസാനിപ്പിക്കുന്ന കാലത്ത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കാൻ നമ്മൾ പഠിക്കണം എന്നും സുബീഷ് തെക്കൂട്ട് പറഞ്ഞു. നമ്മുടെയൊക്കെ വീട്ടില് ഒരു വരാന്ത അല്ലെ, അകത്തേക്ക് കടന്നാൽ ഒരു ഹാള്, പിന്നെ ഒരു അടുക്കള, കിടക്കാനുള്ള 1-2 മുറികൾ അല്ലെ. എനിക്ക് വീടില്ല, എനിക്കങ്ങനത്തെ മുറികളുമില്ല. എനിക്കിപ്പോ 40 വയസ്സ് കഴിഞ്ഞു, ഞാൻ പ്രായമൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഭൂമിയിൽ ഒരിടത്തും എനിക്ക് 1 സെന്റ് സ്ഥലമോ വീടോ ഇല്ല. ഞാൻ തിരുവനന്തപുരത്ത് വാടക വീട്ടിലാണ് കുറേ വർഷങ്ങൾ താമസിച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് വീട് വെക്കാനുള്ള ഉദ്ദേശവുമില്ല. കാരണം എനിക്ക് ലോൺ എടുത്ത് EMI അടച്ച് ജീവിതം ദുരിതപൂർണ്ണമാക്കാൻ ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല. സ്കൂളിലെ 400ഓളം വിദ്യാർത്ഥികളുമായി അദ്ദേഹം 5 മണിക്കൂർ സംവദിച്ചു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. നേരത്തെ PTA പ്രസിഡന്റ് K. രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൃത്തല AEO K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. HM ജയത, PB അഭിലാഷ്, ചന്ദ്രശേഖരൻ മാസ്റ്റർ, പ്രേംകുമാർ, ശ്രീജിത്ത് P, അഭിജിത്ത് MM, നിമിഷ P, അനുജ VS, സാജൻ മാസ്റ്റർ, റോജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. കാലാവസ്ഥ അനുകൂലമല്ലാത്തതും വിരിപ്പ് കൃഷിയിൽ വലിയ മെച്ചമില്ലാത്തതിനാലും ചുരുക്കം കർഷകർ മാത്രമാണ് ഇത്തവണ കൃഷിയിറക്കിയത്. കൊരട്ടിക്കര പാടശേഖരത്തിൽ ഉമാവിത്താണ് ഉപയോഗിച്ചിരുന്നത്. മികച്ച വിളവ് ലഭിച്ചില്ലെങ്കിലും നഷ്ടം സംഭവിക്കില്ലെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ. ക്ഷേത്രം പരിസരത്ത് സംഭരിച്ചിരിക്കുന്ന നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞും ഏൽക്കാതെ സൂക്ഷിക്കേണ്ടി വരുന്നത് അധിക ചിലവിനിടയാക്കുമെന്ന് കർഷകർ പറയുന്നു. സംഭരണ വില 30 രൂപയാണെങ്കിലും നെല്ലെടുക്കാൻ മില്ലുകാർ തയ്യാറാകാത്തത് കാരണം 24 രൂപയ്ക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് നൽകേണ്ട അവസ്ഥയാണെന്നും ഇവർ പറഞ്ഞു. നെല്ല് സംഭരണവും വിലയും വൈകാതെ ലഭിച്ചാൽ മാത്രമേ മുണ്ടകൻ കൃഷിക്കായി ഒരുക്കങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് സംഗമോത്സവത്തിന്റെ 2ാം ദിനത്തിൽ വയോജന സംഗമം നടന്നു. പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും ചേർന്ന് നടത്തിയ സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നതെന്നും ക്ഷേമ പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, പകൽ വീട് എന്നിങ്ങനെ പ്രായമായവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ നടത്തുന്നതെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു ധർമ്മൻ, പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ICDS സൂപ്പർവൈസർ PU അശ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മദ്ദള കലാകാരൻ ഗോപാലകൃഷ്ണൻ, ഇലത്താള കലാകാരൻ അനിയൻ നായർ എന്നിവരെയും വയോജനങ്ങളെയും ആദരിച്ചു. അതിൽ ഉർമിയില് പണ്ടേ ആരാന്ന ഒത്തുപിടിക്കണത് ആരാന്ന തീയടാൻ തിറയാടാൻ മാണിക്കാവിൽ ഉറഞ്ഞാടാൻ ഓനന്ന് കുട്ടിന് വന്നത് ഓനന്ന് ഒന്നോരും പോയോരും ചോര പൊടിച്ചൊരു മണ്ണന്ന് കതിരെല്ലാം കെട്ടണ പതിരെല്ലാം പാറ്റണ നിറയട്ട് കഞ്ഞിന് ചിന്താരോ. അതൊരു മറ്റൊരു പാട്ടുണ്ട് ഉറുമിയിൽ തന്നെ. വടക്ക് കൊട്ടണം
തെക്ക് തെച്ചോടും വെക്കണം കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവും. പഴയകാല ചരിത്രങ്ങൾ പഠിക്കുന്നതും തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ. പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിന്റെ ചരിത്ര വഴികളിലൂടെ സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്ര കെട്ടിടത്തിന്റെ പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പഴയകാല പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ഒപ്പം 2025 എന്ന പേരിൽ ചരിത്ര സംവാദം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ ജെയിംസ് കാട്ടൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീല ഷമീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മാധ്യമ സാംസ്കാരിക പ്രവർത്തകൻ TV ജോൺസൺ, കൊച്ചുലാസർ, റിട്ടയേർഡ് PHN KM ഷെമീന, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ചിന്ത KP സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് നന്ദിയും പറഞ്ഞു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ മേജർ PJ സ്റ്റൈജു മോഡറേറ്ററായി. സംവാദത്തിൽ പങ്കെടുത്തവരെ പുരസ്കാരം നൽകി ആദരിച്ചു. സംവാദത്തോടനുബന്ധിച്ച് പുഞ്ചിരി മത്സരവും വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കലാപരിപാടികളും വേലൂർ ജീവജ്വാല അവതരിപ്പിച്ച ഞമ്മടെ പാട്ടോള് എന്ന പ്രത്യേക സംഗീത പരിപാടിയും അരങ്ങേറി. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര ഓവർ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് മലമ്പാമ്പിനെ കണ്ടത്. പാലത്തിന് താഴെയുള്ള കുറ്റിക്കാടുകളിൽ നിന്നും പാലത്തിന് മുകളിലേക്ക് കയറിയതാകാം എന്ന് നാട്ടുകാർ പറഞ്ഞു. എടക്കഴിയൂർ സ്വദേശിയായ സ്നേക് കേച്ചർ ബീരാൻകുട്ടി സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായി കേരളം മാറിയതിന് പിന്നിൽ ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനമാണെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ 8ാം വാർഡിൽ പുനർനിർമ്മിച്ച മണലി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ആവിഷ്കരിച്ച 4 പദ്ധതികളിൽ പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ആർദ്രം. ആരോഗ്യമേഖലയിൽ മികച്ച കെട്ടിടങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഉപകരണങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിന് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നടത്തിയത്. വിദ്യാഭ്യാസ മേഖലയിലും മറ്റു മേഖലകളിലും ഇടത് സർക്കാർ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. 2016 അധികാരത്തിൽ വന്ന പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ സർക്കാർ 4 കർമ്മ പരിപാടികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇതിനുവേണ്ടി കേരളത്തെ മാറ്റിയെടുക്കുക. മാറ്റം വെറുതെ ഉണ്ടാവില്ല, ഇടപെടൽ വേണം. അപ്പോൾ ആ മാറ്റം ദ്രുതഗതിയിലാക്കാൻ വേണ്ടി 4 കർമ്മ പരിപാടി. അതിലൊന്നെന്താ, വിദ്യാഭ്യാസ മേഖല ഇവിടെ തകർന്ന് തരിപ്പണമാകുകയായിരുന്നു. ഒരുപാട് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. എന്താ കാരണം പറഞ്ഞത്? അൺഎക്കണോമിക്. പച്ച മലയാളം ലാഭകരമല്ല. എന്ന് വെച്ചാൽ സ്കൂൾ കച്ചവടം, സ്കൂൾ നടത്തൽ കച്ചവടമാണ്. ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലറ്റ് വിനു, സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, പ്രദേശവാസികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശോചനീയാവസ്ഥയിലായിരുന്ന ആരോഗ്യ ഉപകേന്ദ്രം പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആശാപ്രവർത്തകരുടെ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ MLAയെ ബൊക്കെ നൽകി സ്വീകരിച്ചു. ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പായസ വിതരണവും ഉണ്ടായി. കുന്നംകുളം ഡെന്റൽ അസോസിയേഷൻ നേതൃത്വത്തിൽ സൗജന്യ ദന്ത പരിശോധനയും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കുന്നംകുളം CMS PG സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ഷിബുമോൻ നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക മഞ്ജു ടീച്ചർ അധ്യക്ഷയായിരുന്നു. ഡോക്ടർ രജീഷ്, ഡോക്ടർ ഡെറിക് എന്നിവർ ദന്തരോഗ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ സിബി, ഡോക്ടർ ഗിഡ്സി എന്നിവർ ദന്തപരിശോധന നടത്തി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. റീജിയണൽ ഡെന്റൽ ക്ലബ്ബ് എന്ന പേരിൽ 1996 15 മെമ്പർമാരുമായാണ് കുന്നംകുളത്ത് ഡെന്റൽ അസോസിയേഷൻ പ്രവർത്തനം തുടങ്ങിയത്. സാമൂഹിക സേവനത്തിലൂന്നിയ നിരവധി പ്രവർത്തനങ്ങളാണ് നിലവിൽ അസോസിയേഷൻ നടത്തിവരുന്നത്. ഈ വർഷം പറമ്പിക്കുളത്തെ ആദിവാസി ഊരുകളിൽ ദന്താരോഗ്യ ക്യാമ്പും അവർക്കാവശ്യമായ ടോർച്ചുകൾ, കമ്പിളികൾ എന്നിവ കേരള വനം വകുപ്പിന്റെ സഹകരണത്തോടെ നൽകിയിരുന്നു.
കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി വിവിധയിടങ്ങളിൽ ദന്താരോഗ്യ ബോധവൽക്കരണവും ക്യാമ്പുകളും നടത്തിവന്നതായി മേഖലാ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോവി യൂക്കൻ, സെക്രട്ടറി ജിജിൻ ജോയ് പനക്കൽ എന്നിവർ അറിയിച്ചു. ഈർക്കിലി ഉപയോഗിച്ച് ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുകയാണ് കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജു. ക്ഷേത്രത്തിനകം ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ഈ കലാകാരൻ. സിമന്റ് പണിക്കാരനായ ബിജു 10 മാസമെടുത്താണ് ഈർക്കിലിയിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുന്നത്. 6 അടി നീളവും 4 അടി വീതിയുമുള്ള മാതൃകയ്ക്ക് 2.5 അടിയോളം ഉയരമുണ്ട്. കിഴക്കേ നടയിലെ ദീപസ്തംഭവും ഗോപുരവും മതിൽക്കെട്ടും അതേ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. കൊടിമരവും ചുറ്റമ്പലവും നടപ്പുരയും നാലമ്പലവും അടക്കം 14 ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേപ്പറും കാർഡ്ബോർഡും ഉപയോഗിച്ച് ഓരോ ഭാഗവും തയ്യാറാക്കിയതിനു ശേഷം പശ ഉപയോഗിച്ച് ഈർക്കിലിൽ ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 5000-ഓളം ഈർക്കിലിയാണ് ഇതിനായി വേണ്ടിവന്നത്. യൂട്യൂബിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് നേരത്തെ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി നിർമ്മിച്ചിരുന്നു. പിന്നീടാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആഗ്രഹം തോന്നിയത്. ഇതറിഞ്ഞതോടെ നാട്ടിലെ ക്ലബ്ബുകാർ വലിയൊരു മേശ സമ്മാനിച്ചു. ഇതിനു മുകളിലാണ് മാതൃക നിർമ്മിച്ചത്. ജോലി കഴിഞ്ഞെത്തിയാൽ 1 മണിക്കൂർ നിർമ്മാണത്തിനായി നീക്കിവെക്കുകയാണ് പതിവെന്ന് ബിജു പറഞ്ഞു. ഇപ്പൊ ഒരു 10 മാസമായത്. ഇപ്പോ ഡെയിലി 1 മണിക്കൂർ പണി കഴിഞ്ഞു വന്നിട്ടാണ് 1 മണിക്കൂർ ഇരിക്കുകയാണ്. ഭാര്യ വീണയും മക്കളായ കെവിൻ, അനിറ്റ എന്നിവർ ചേർന്ന് ഈർക്കിലി തയ്യാറാക്കി നൽകും. ആഴ്ചയിൽ 1 തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പുഷ്പ ക്ഷേത്രത്തിന്റെ മുക്കും മൂലയും വിവരിച്ചു നൽകും. അതനുസരിച്ച് നിർമ്മാണം നടത്തും. അവസാന മിനുക്കുപണികൾ കൂടി കഴിഞ്ഞാൽ വാർണിഷ് അടിച്ച് മാതൃക ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കും. ഇതിനുശേഷം പാലയൂർ പള്ളിയുടെ മാതൃക നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് സഹോദരി റീന പറഞ്ഞു. ഈ ഞായറാഴ്ചയോടുകൂടി പൂർത്തീകരിച്ച് ഗുരുവായൂരമ്പലത്തിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുന്നോടിയായിട്ട് ഇനി നിൽക്കുന്നത് പാലയൂർ പള്ളിയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പാലയൂർ പള്ളി ഉണ്ടാക്കാൻ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകും. പിന്നെ ഈർക്കിലൂരിയ അവന്റെ വൈഫ്, വിജയന്റെ വൈഫാണ് ഈർക്കിലൂരിന് കൊടുത്തിരുന്നത്. പിന്നെ മക്കളും ഹെൽപ്പിങ് ഉണ്ടായിരുന്നു. നിർമ്മാണത്തിന്റെ മഹത്വം കേട്ടറിഞ്ഞ നിരവധി പേരാണ് ദിവസവും ബിജുവിന്റെ വീട്ടിലെത്തുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിൽ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തിനെതിരെ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ കുറ്റവിചാരണ പദയാത്രയ്ക്ക് തുടക്കമായി. ചോട്ടിലപ്പാറയിൽ KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം EP കമറുദ്ദീൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P മാധവൻ, മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം ഭാരവാഹി യൂസഫ് മാസ്റ്റർ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VU മുസ്തഫ എന്നിവർ സംസാരിച്ചു. RM ബഷീർ ക്യാപ്റ്റനും VU മുസ്തഫ, നിസീർ കേച്ചേരി എന്നിവർ വൈസ് ചെയർമാൻമാരും. KS ബെന്നി മാനേജറുമായ കുറ്റവിചാരണ പദയാത്ര വെള്ളിയാഴ്ച മഴുവഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് തലക്കൂട്ടുകരയിലും ശനിയാഴ്ച ചൂണ്ടൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച വെട്ടുകാടും സമാപിക്കും. പന്ത്രണ്ട് ദിനരാത്രങ്ങൾ നാദനൃത്ത വർണ്ണവിസ്മയം തീർത്ത വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷത്തിന് സമാപനമായി. തുലാം 1 മുതൽ 12 ആണ് കേരളത്തിലെ മികച്ച കലാകാരന്മാർ പങ്കെടുക്കുന്ന നിറമാല ആഘോഷം നടന്നത്. ക്ഷേത്രോത്സവ വേദിയായ ശങ്കരൻ നമ്പീശൻ സ്മാരക വേദിയിൽ രഘു വെള്ളിനേഴി, ചാലക്കുടി രോഹിത് നമ്പീശൻ എന്നിവരുടെ ഡബിൾ തായമ്പകയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വെള്ളാറ്റഞ്ഞൂർ നൂബറിയുടെ തിരുവാതിരക്കളി, വെള്ളാറ്റഞ്ഞൂർ പ്രദീപ്, പനങ്ങാട് പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകിയ പഞ്ചവാദ്യം, കുചേലവൃത്തം, മേജർ സെറ്റ് കഥകളി, പഞ്ചമദ്ദളകേളി, കാവ്യ ഹരീഷിന്റെ കുച്ചുപ്പുടി, വേദ ദിലീപ്, രാജശ്രീദേവൻ, ഉമാ രാമചന്ദ്രൻ എന്നിവരുടെ സംഗീതാർച്ചന, വയലിൻ വിദ്വാൻ ഗുരുവായൂർ നാരായണന് സമ്മാനിക്കുന്ന കലാശ്രേഷ്ഠ അവാർഡ് വിതരണം, VR ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി, മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ, പാർവതിക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളി, ചെന്നൈ ദിവ്യ മേനോൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, മാധവം നൃത്ത സ്കൂളിന്റെ നൃത്തനൃത്യങ്ങൾ, തൃപ്പാദം കുറുവന്നൂരിന്റെ തിരുവാതിരക്കളി, രഘുനാഥ് സാവിത്രിയുടെ പുല്ലാങ്കുഴൽ കച്ചേരി, ശീല സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ ഭരതനാട്യം രംഗാവതരണം, മദ്ദള വിദ്വാൻ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ അനുസ്മരണ സമ്മേളനം ഉണ്ടായി. തുടർന്ന് പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം, വിനോദ് ഹരിദാസ് അവതരിപ്പിച്ച വയലിൻ കച്ചേരി, പനങ്ങാട്ടുകര ദുർഗ കലാനിലയത്തിന്റെ തിരുവാതിരക്കളി, ഇരിങ്ങാലക്കുട പാർവതി കലാകേന്ദ്രത്തിന്റെ സീതാ സ്വയംവരം മേജർ സെറ്റ് കഥകളി,
സമാപന ദിവസം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ട്രിപ്പിൾ തായമ്പകയും നടന്നു. നിറമാല ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിറമാല, വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, ഉദയാസ്തമന പൂജയും ഉണ്ടായി. തൊഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ആന്റി റാഗിംഗ് സെല്ലും രൂപീകരിച്ചു. ഗുരുവായൂർ SI ശ്രീജിയുടെ നേതൃത്വത്തിലാണ് സെൽ രൂപീകരിച്ചത്. PTA പ്രസിഡന്റ്, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഓട്ടോ ഡ്രൈവർമാർ, വ്യാപാരികൾ, സ്കൂൾ പരിസരവാസികൾ, അധ്യാപകർ, അനധ്യാപകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് പ്രിൻസിപ്പാൾ ഇൻചാർജ് KS ദിവ്യ സ്വാഗതവും പ്രധാനാധ്യാപിക PS പ്രീതി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിൽ സ്പേസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ISROയുടെ സഹകരണത്തോടെയാണ് എക്സിബിഷൻ നടത്തിയത്. വാർഡ് കൌൺസിലർ ഷിൽവ ജോഷി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV ജെൻസൺ, പ്രധാനാധ്യാപിക സിസ്റ്റർ ഡേയ്സ് മരിയ തുടങ്ങിയവർ സംസാരിച്ചു. സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രദർശനം കാണാൻ എത്തിയിരുന്നു. പഴഞ്ഞി കോട്ടോൽ പള്ളിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടോൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ഇടവകയുടെ 40ാം സ്ഥാപിത പെരുന്നാളും ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വും നേർച്ച വിതരണവും നടന്നു. തുടർന്ന് പള്ളിയിൽ നിന്നും ആരംഭിച്ച വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് കൊടിയും സ്ലൈബായുമായി പ്രദക്ഷിണവും ആശീർവാദത്തിനും ശേഷം പൊതുസദ്യയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമായി. വികാരി ഫാദർ ലൂക്ക് ബാബു, ട്രസ്റ്റി CK ഷിജു, സെക്രട്ടറി അഭിലാഷ് P സൈമൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററായ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്സിബിഷനും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ, ജ്വല്ലറി ഡിസൈനർ എന്നീ കോഴ്സുകളുടെ ആദ്യ ബാച്ച് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സ്കിൽ സർട്ടിഫിക്കറ്റ് വിതരണവും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സ്കിൽ എക്സിബിഷനുമാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ ആദ്യ ബാച്ച് വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഇതോടൊപ്പം ഈ വർഷത്തെ വിദ്യാർത്ഥികളുടെ ഓൺ ജോബ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റുകളും നൽകി. ചടങ്ങിൽ വാർഡ് കൌൺസിലർ ബിജു C ബേബി അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിലെ നൈപുണ്യ വികസന കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. വൻകിട ഹൈഡ്രോപോണിക്സ് ഫാമുകളിൽ മാത്രം കണ്ടുവരുന്ന രീതിയാണ് ഈ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. PTA പ്രസിഡന്റ് വേണുഗോപാൽ, SMC ചെയർമാൻ റെന്നി C വർഗീസ്, പ്രധാനാധ്യാപിക PT ലില്ലി, കുന്നംകുളം കൃഷി ഓഫീസർ S ജയൻ, VHSS പ്രിൻസിപ്പൽ A വിജയലക്ഷ്മി, SDC കോർഡിനേറ്റർ ചിത്ര ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഉറപ്പാക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നംകുളം ശബരിമല കർമ്മസമിതി പൊതുയോഗം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് T സുരേഷ് അധ്യക്ഷത വഹിച്ചു. തപസ്യ കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ മുരളി വെള്ളിത്തിരുത്തി, യോഗക്ഷേമസഭ കുന്നംകുളം ഉപസഭാ ട്രഷറർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ചിറ്റഞ്ഞൂർ കാവലക്കാട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി അനിൽകുമാർ, തത്തുരസികൻ പ്രസാദ് പുളിക്കൽ, മഹിളാ ഐക്യവേദി കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ധനലക്ഷ്മി ടീച്ചർ, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കുന്നംകുളം ഖണ്ഡ് ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് TD ദിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ സഹസംഘടനാ സെക്രട്ടറി AS പ്രേമരാജ്, താലൂക്ക് ജനറൽ സെക്രട്ടറി TS രമേശ്, സെക്രട്ടറി സന്തോഷ് ചൊവ്വല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ശബരിമലയിലും
പിന്നെ എന്ത് ബാക്കിയുണ്ട്? ശബരിമലയല്ല, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന 100 ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇതാണ് നമുക്കറിയാം. എന്തിനാണിത്? സമ്പത്തിന് മാത്രമാണോ? സമ്പത്തിനാണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ഒളിപ്പിച്ചു കൊണ്ടിരുന്ന സ്വർണത്തെ പറ്റിയും കേട്ടിട്ടുണ്ട്. അതൊന്നും ഏതായാലും നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം സ്വർണത്തിനൊന്നും പുറകെയല്ല പോയേക്കരുത്. അപ്പോൾ കേവലം സ്വർണം അടിച്ചെടുക്കുക, അത് സ്വർണം എവിടെ കണ്ടാലും ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കും അല്ലേ? ഇരുമ്പ് എവിടെ കണ്ടാലും കാന്തം ആകർഷിക്കും. ഈ മണ്ണിന്റെ മുകളിൽ കൂടി കാന്തത്തിന്റെ ഒരു കഷ്ണം കൊണ്ടായാൽ കുറെ ഇരുമ്പ് പൊടി പിടിക്കും. കാരണം മണ്ണിൽ ഇരുമ്പുണ്ട് നമുക്കറിയില്ല, പക്ഷേ മണ്ണിന്റെ മുകളിൽ കൂടി ഒരു കാന്തം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്നുള്ളൂ. അതിങ്ങനെ വെച്ചാൽ നിറയെ കറുത്ത പൊടി ഇങ്ങനെ പിടിക്കും, ഇരുമ്പിന്റെ പൊടിയാണ്. അപ്പൊ മണ്ണിന്ന് പോലും കാന്തം ഇരുമ്പിനെ ആകർഷിച്ചെടുക്കും, നമുക്ക് സത്യം. ഇതുപോലെ സ്വർണം എവിടെ കണ്ടാലും കമ്മ്യൂണിസ്റ്റുകാരോടെ കമന്ന് വീഴുന്നും ആകർഷിക്കപ്പെടുമെന്നും നമുക്ക് ഇതുപര്യന്തമുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 1ാം ശ്രാദ്ധ പെരുന്നാളിന്റെ ഭാഗമായി തൃശൂർ ഭദ്രാസനം കുന്നംകുളം മേഖല ജേക്കബറ്റ് സിറിയൻ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് സഹായ നിധി വിതരണം നടത്തി. മേഖലയ്ക്ക് കീഴിലുള്ള പെങ്ങാമുക്ക്, ആര്യമ്പാടം യൂണിറ്റ് തലങ്ങളിലും ഡയാലിസിസ് സഹായനിധി വിതരണം ചെയ്തു. മേഖലാ സെക്രട്ടറി ജോബിൻ വി ജോണി, വൈസ് പ്രസിഡന്റ് ബ്രിറ്റ്ലി പി ബാബു എന്നിവർ ചേർന്ന് ചാലിശ്ശേരി യൂണിറ്റ് സെക്രട്ടറി സ്റ്റിനോയ്ക്ക് സഹായനിധി കൈമാറി. മേഖലാ പ്രസിഡന്റ് ഫാദർ ബേസിൽ കൊല്ലാർമാലി, മീഡിയ കോർഡിനേറ്റർ എബിൻ ശലമോൻ, ട്രഷറർ റൈവിൻ വിറ്റി, ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി KS സുവിൻ, ജോയിന്റ് സെക്രട്ടറിമാരായ P വിപിൻ ബാബു, എബീന ഗീവർ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 158 രൂപ. ചരമം കരിക്കാട് കടമന കരുമത്തിൽ ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ വത്സല കുന്നത്താട്ടിൽ ഭാര്യയും നിഖില നിധീഷ് എന്നിവർ മക്കളുമാണ്. മഴവഞ്ചേരി കണ്ടനായ്ക്കൽ പരേതനായ ചാക്കുണ്ണി ഭാര്യ റോസ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജോണി, ലില്ലി, രാജു, ജോസ്, അൽഫോൺസ എന്നിവർ മക്കളാണ്. ചിറമനേങ്ങാട് ഇ ഗംഗാധരന്റെ ഇളയ സഹോദരി എളാട്ടുവളപ്പിൽ ബാലാമണിയമ്മ ബാംഗ്ലൂരിൽ നിര്യാതയായി. 80 വയസ്സായിരുന്നു. പരമശിവൻ നായർ ഭർത്താവാണ്. അനൂപ്, അരുൺ, വിനയൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ബാംഗ്ലൂരിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വൃശ്ചിക മാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി. ചൂണ്ടൽ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം. ചൂണ്ടൽക്കുന്നിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞുമേൽക്കാതെ സൂക്ഷിക്കേണ്ടി വരുന്നത് അധിക ചിലവിനിടയാക്കുമെന്ന് കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.